ചേട്ടാ, ഇടുക്കി നെടുങ്കണ്ടത്ത് ഇരട്ട കൊലപാതക കേസിൽ പ്രതിയായ സജിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇതിനോടകം തന്നെ പ്രതി കുറ്റം സമ്മതിച്ചു കഴിഞ്ഞു. തനിക്കൊരു തെറ്റ് പറ്റിപ്പോയി എന്നാണ് പറയുന്നത്. ഈ കേസുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ 2018 സജിയുടെ പിതാവ് മാത്യുവിനെയും ഇതേപോലൊരു സാഹചര്യത്തിൽ കാണാതായിരുന്നു. അന്ന് അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയെങ്കിലും ഇത്രയും വർഷങ്ങൾക്ക് ഇപ്പുറവും അതിനൊരു ഉത്തരം കണ്ടെത്താനായിട്ടില്ല. അപ്പോൾ ഈ ഒരു സംഭവം നടന്നതോടുകൂടി തന്നെ ഈ സജി തന്നെ മാത്യുവിനെയും അപായപ്പെടുത്തിയേക്കാം എന്നൊരു സംശയമാണ് ഇപ്പോൾ പ്രധാനമായും ഉയർന്നു വരുന്നത്. എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? നെടുങ്കണ്ടം പച്ചടി തോട്ടുവാക്കടയിൽ പൊന്തിട്ടയിൽ വീട്ടിൽ മേരിക്കുട്ടി മാത്യു, അതോടൊപ്പം തന്നെ ഇവരുടെ മകൻ റെജി മാത്യു, ഇവരിരുവരെയുമാണ് ഇന്നലെ വീടിന് സമീപത്തെ പട്ടിക്കൂടിനോട് ചേർന്നുള്ള പറമ്പിൽ ഒരു ഒറ്റക്കുഴിയിൽ 2 മൃതദേഹങ്ങളായിട്ട് കണ്ടെടുക്കുന്നത്. ഇതിലെ പ്രൈം സസ്പെക്റ്റ് എന്ന് പറയുന്ന ഇവരുടെ മകൻ തന്നെയായിട്ടുള്ള സജി, 43 വയസ്സുകാരനായ സജി ഒരു കൃഷിപ്പണിക്കാരനാണ്. തൊട്ടടുത്ത സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലാണ് ഇയാൾ ജോലി ചെയ്തു വന്നിരുന്നത്. ഇയാൾ സ്ഥിരമായിട്ട് മദ്യപിച്ചെത്തുന്നതും ഈ വീട്ടിൽ നിരന്തരം അമ്മയും സഹോദരനുമായിട്ട് വഴക്കിടുന്നതും പതിവായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ഈ മേരിക്കുട്ടിക്കും മാത്യു എന്ന് പറയുന്ന വ്യക്തിക്കും 4 മക്കളാണ്. അതായത് സിനി എന്ന് പറയുന്ന ഒരു മകളുണ്ട്, അതോടൊപ്പം തന്നെ മാനസിക വെല്ലുവിളി നേരിടുന്ന മറ്റൊരു മകളുണ്ട്. ഈ മകൾ ഷെൽട്ടർ ഹോമിലാണ് താമസിക്കുന്നത്. അതോടൊപ്പം ഈ വീട്ടിലെ ആൺമക്കൾ എന്ന് പറയുന്നത് റെജി, സജി എന്ന് പറയുന്ന ഈ 2 മക്കളാണ്. സജിയാണ് കൃഷിപ്പണി ചെയ്യുന്നത്. റെജി എന്ന് പറയുന്ന 53 വയസ്സുള്ള മൂത്ത സഹോദരനെ ഈ മൈക്ക് ഓപ്പറേറ്ററാണ്. കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത്, അതായത് ഏപ്രിൽ 9 സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടന്നത്. ഏപ്രിൽ 9 വരെ ഇദ്ദേഹത്തെ കണ്ടവരുണ്ട്. കാരണം ഈ അനൗൺസ്മെൻറ്റ് ജോലിയാണ് ഇയാൾ ചെയ്തു വന്നിരുന്നത്. അങ്ങനെ ഈ കഴിഞ്ഞ അതായത് മേരിക്കുട്ടി മാത്യുവും അതുപോലെ തന്നെ ഇവരുടെ 2 ആൺമക്കളും താമസിച്ചിരുന്ന ഈ വീട്ടിൽ സജിയെ മാത്രമേ ഇപ്പോൾ കാണുന്നുള്ളൂ. ഇവരെ മേരിക്കുട്ടി മാത്യുവിനെയും അതുപോലെ തന്നെ ഇവരുടെ മൂത്ത മകനായിട്ടുള്ള റെജിയെയും ഈ വീട്ടിൽ കാണുന്നില്ല എന്ന് പരിസരവാസിയായിട്ടുള്ള ഒരു സ്ത്രീയാണ് ഇവരുടെ മൂത്ത മകളായിട്ടുള്ള സിനിയെ അറിയിക്കുന്നത്. അങ്ങനെ സിനിയുടെ ഫോണിലേക്ക് വരുന്നു. സിനി കുറച്ചു കാലമായിട്ട് ഈ കുടുംബവുമായിട്ട് അകന്നു കഴിക്കുകയാണ്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് നിരന്തരം മദ്യപിച്ചെത്തുന്ന സജി ഈ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പതിവായിരുന്നു. ഇയാൾ മദ്യപിച്ചെത്തുന്നു, സഹോദരനുമായിട്ട് വഴക്കുണ്ടാക്കുന്നു. ഇയാളുടെ പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത് ഇയാൾക്ക് വിവാഹം കഴിക്കണം എന്നുള്ളതായിരുന്നു. പക്ഷേ ഇയാൾ വിവാഹം കഴിച്ചാൽ മൂത്ത സഹോദരനായിട്ടുള്ള റെജി അമ്മയോടൊപ്പം ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും എന്ന് ഇയാളോട് പറഞ്ഞിരുന്നു. ഇത് ഇയാളെ നിരന്തരം പ്രകോപിതനാക്കുമായിരുന്നു. അങ്ങനെയാണ് ഈ വീട്ടിൽ സ്ഥിരമായിട്ട് മദ്യപിച്ചെത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഒരു വേള സഹോദരി വീട്ടിലുള്ളപ്പോൾ അമ്മയെ മർദ്ദിക്കാൻ ഇയാൾ ശ്രമിച്ചു. അങ്ങനെ ഇയാളെ പിടിച്ചു മാറ്റുന്നതിനിടെ നീ ഇവിടെ വന്നു പോകരുത്, നീ ഇവിടെ വന്നാൽ നിന്നെ കൊന്നുകളയുമെന്നൊരു ഭീഷണി സഹോദരിയോട് പറഞ്ഞിരുന്നു. അതിനുശേഷം സഹോദരി വീട്ടിലേക്ക് പോയിട്ടില്ല. അങ്ങനെ ഏകദേശം 17 ദിവസത്തോളം 2 ആഴ്ചയായിട്ട് ഈ അമ്മയെയും മൂത്ത മകനെയും ഈ പരിസരങ്ങളിലൊന്നും കാണുന്നില്ല എന്ന് പരിസരവാസികൾക്കിടയിൽ സംശയമുണ്ടായിരുന്നു. കാരണം അങ്ങനെ അടുത്തൊന്നും വീടുകളുള്ള ഒരു പ്രദേശമല്ല. തൊട്ടടുത്തെന്ന് പറയാൻ പറ്റുന്ന ഒരു വീട്ടിൽ താമസിക്കുന്ന ഏകദേശം 3 മാസത്തിന് മുൻപ് അവിടെ താമസിക്കാൻ വന്ന വാടകക്കാരാണ്. അല്ലാതെ അടുത്തെങ്ങും വീടില്ല. ഇടുക്കിയിലെ ഭൂപ്രകൃതി അങ്ങനെയാണ്. നെടുങ്കണ്ടത്ത് നിന്ന് ഏകദേശം 4 കിലോമീറ്റർ മാത്രമാണ് ഈ പച്ചടിയിലേക്കുള്ള ദൂരമെന്ന് പറയുന്നത്. അതായത് നമ്മുടെ ആലപ്പുഴ മധുര ദേശീയപാതയിൽ SH40 സമീപത്തായിട്ടുള്ള സ്ഥലമാണ് ഈ പച്ചടി എന്ന് പറയുന്ന സ്ഥലം. അങ്ങനെ ഈ അമ്മയെയും മൂത്ത സഹോദരനെയും കാണാനില്ലെന്ന് കാണിച്ച് ഈ സിനിയാണ് ആദ്യം വണ്ടൻമേട് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഇൻറ്റിമേഷൻ കൊടുക്കുന്നത്. അങ്ങനെ വണ്ടൻമേട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഈ ഒരു പരാതി നെടുങ്കണ്ടത്തേക്ക് കൈമാറി. കാരണം നെടുങ്കണ്ടം പോലീസിൻ്റെ പരിധിയിലാണ് ഈ ഒരു സംഭവം, അതായത് ഇവരെ കാണാതായത്, മിസ്സിംഗ് കേസ് വരുന്നത്. അങ്ങനെ നെടുങ്കണ്ടം പോലീസിൽ നിന്ന്, അതായത് ഈ മാതാവിനെയും, അതായത് മേരിക്കുട്ടി മാത്യുവിനെയും അതുപോലെ തന്നെ ഈ റെജിയെയും ഈ വീട്ടിൽ നിന്ന് കാണാതായതിനു ശേഷം ഈ വീട്ടിൽ സജി എന്ന് പറയുന്ന ഇവരുടെ ഇളയ മകനെ കണ്ടവരുണ്ട്. ഇയാൾ നിരന്തരം ആ വീട്ടിലുണ്ടായിരുന്നു. ആ വീട്ടിൽ സ്വയം പാചകം ചെയ്ത് അവിടെ കഴിക്കാറുണ്ടായിരുന്നു. സമീപത്തെ കടയിലേക്കൊക്കെ എത്താറുണ്ടായിരുന്നു. അതായത് ഈ ഇലക്ഷന് ശേഷം ഇയാളുടെ കയ്യിലൊരു മുറിവുണ്ടായിരുന്നു. ഒരു ബാൻഡേഡ് കെട്ടിയാണ് ഇയാൾ നാട്ടുകാർക്കിടയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നത്. നാട്ടുകാർ ഇതെന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ പരിക്ക് പറ്റിയതാണ്, ബാത്റൂമിൽ വീണതാണ്, ഏകദേശം 18ഓളം തുന്നലുണ്ട്. അപ്പോൾ നാട്ടുകാർ ഈ മുറിവൊന്ന് കാണിച്ചു തരാൻ പറയുമ്പോൾ ഇയാൾ അതിനെ കൂട്ടാക്കുന്നില്ല. ഇയാൾ അവിടെ നിന്ന് പോകുന്നു. അതോടൊപ്പം തന്നെ സഹോദരൻ എവിടെയാണ്, മാതാവ് എവിടെയാണ്, ഇവിടെ കാണുന്നില്ലല്ലോ എന്ന നാട്ടുകാരുടെ ചോദ്യങ്ങൾക്ക് ഇയാൾ ഓരോരുത്തരോടും ഓരോ ഉത്തരങ്ങളാണ് പറയുന്നത്. അതായത് മാതാവിൻ്റെ ചികിത്സാർത്ഥം തമിഴ്നാട് അടുത്താണ്, തേനിയിലെ മെഡിക്കൽ കോളേജിലേക്ക് മാതാവിൻ്റെ ചികിത്സയ്ക്കായിട്ട് മാതാവും അതുപോലെ തന്നെ മൂത്ത സഹോദരനും പോയിരിക്കുകയാണ് എന്ന് ഒരാളോട് പറയുമ്പോൾ മറ്റൊരാളോട് പറയുന്നത് ഇവർ ഒരു റാന്നിയിലെ ഒരു ബന്ധു വീട്ടിൽ ഒരു മൃത സംസ്കാരവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾക്ക് പോയിരിക്കുകയാണെന്ന് പറയുന്നു. അങ്ങനെ ഇയാൾ മാതാവും സഹോദരനും എവിടെ എന്ന ചോദ്യത്തിന് പരസ്പര വിരുദ്ധമായിട്ട് 2 തരത്തിൽ പറഞ്ഞ ഉത്തരമാണ് ഈ സഹോദരിയെ ഈ പരിസരവാസികൾ നിങ്ങളുടെ മാതാവിനെയും സഹോദരനെയും കാണാനില്ല എന്നൊരു വിവരം അറിയിക്കാൻ കാരണം. അങ്ങനെ ഈ സിനി വണ്ടൻമേട് പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറിയ പരാതി നെടുങ്കണ്ടത്തേക്ക് എത്തുന്നു. നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇക്കഴിഞ്ഞ ഞായറാഴ്ച
അതായത് ഈ വീടിൻ്റെ പരിസരത്ത് തന്നെ താമസിക്കുന്ന ഒരു പോലീസുകാരനെ ആദ്യഘട്ടത്തിൽ ഇവർക്ക് എന്ത് പറ്റിയെന്ന് അന്വേഷണത്തിനായിട്ട് അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുന്നു. അപ്പോൾ ഈ സജി ആ വീടിൻ്റെ പരിസരത്ത് തന്നെയുണ്ട്. ഇയാളുടെ കൈവശം ഒരു ബാഗുമുണ്ട്. അങ്ങനെ ഈ സജിയോട് പറയുന്നു, നിങ്ങൾ എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇയാൾ പറയുന്നു, തേനിയിൽ തമിഴ്നാട്ടിൽ ചികിത്സയിലുള്ള മാതാവും അതുപോലെ തന്നെ സഹോദരനെയും കൂട്ടിക്കൊണ്ടുവരാൻ പോവുകയാണ്, ഇന്ന് അവരുടെ ഡിസ്ചാർജാണ് എന്ന് പറയുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വണ്ടൻമേട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ ഈ ഒരു വീട്ടിലേക്ക് കടന്നു വരുന്നു. അവരുടെ പോലീസ് ജീപ്പ് കണ്ട മാത്രയിൽ തന്നെ ഇയാളുടെ കയ്യിൽ കരുതിയ ബാഗും എടുത്ത് തൊട്ട് വീടിൻ്റെ പിന്നിലെ മലയിലേക്ക്, ഒരു വനപ്രദേശത്തേക്ക് ഓടി മറയുകയായിരുന്നു. അങ്ങനെ പോലീസ് അവിടെ പരിശോധന നടത്തുന്നു. പോലീസിനോടൊപ്പം തന്നെ നാട്ടുകാരും ആ ഒരു സംശയത്തിൽ ഈ ഏകദേശം രണ്ടാഴ്ചയോളമായി ആ രണ്ടുപേരെയും അവിടെ നിന്ന് കാണാതായിട്ട്. അപ്പോൾ നാട്ടുകാർക്കും സംശയമുണ്ടായിരുന്നു എന്ന് പറയുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ഏകദേശം 8 വർഷങ്ങൾക്ക് മുൻപ് 2018 ഈ മേരിക്കുട്ടി മാത്യുവിൻ്റെ ഭർത്താവായിട്ടുള്ള പൊന്നിട്ടയിൽ മാത്യു എന്ന് പറയുന്ന വ്യക്തിയെ കാണാതാകുന്നത്. ഇദ്ദേഹം ഒരു സുവിശേഷ വേല ചെയ്യുന്ന ഒരു പാസ്റ്ററായിരുന്നു. 2018 കോവിഡ് കാലത്ത് അടിമാലിയിൽ നിന്ന് നെടുങ്കണ്ടത്തേക്ക് വന്ന PMS എന്ന ബസ്സിൽ കയറിപ്പോയ മാത്യുവിനെ പിന്നീട് ആരും കണ്ടിട്ടില്ല. ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ ജമ്മു കാശ്മീരിൽ വരെ പോലീസ് അന്വേഷണം എത്തിയെങ്കിലും അത് പിന്നീട് മുന്നോട്ട് പോയില്ല. കാരണം ഈ സഹോദരങ്ങളായ ഈ സജിയും റജിയും തന്നെ നാട്ടുകാർ പിതാവിൻ്റെ തിരോധാനത്തിൽ അന്വേഷണം എവിടം വരെയായി എന്ന ചോദ്യത്തിനൊക്കെ ഞങ്ങളുടെ കാര്യമാണ്, നിങ്ങൾ അന്വേഷിക്കാൻ വരണ്ട, പിതാവ് നാട് വിട്ടു പോയതാണ്, അത് തിരിച്ചു വന്നു കൊള്ളും എന്നൊരു മറുപടിയായിരുന്നു നൽകിക്കൊണ്ടിരുന്നതെന്നാണ് നാട്ടുകാരൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നാട്ടുകാർക്കും ഈ ഒരു വിഷയത്തിൽ ഇടപെടാൻ ഇത്ര താല്പര്യമുണ്ടായത്. അങ്ങനെ നാട്ടുകാർ ഈ ഒരു വീട് കേന്ദ്രീകരിച്ച്, അതായത് ദുരൂഹത നിറഞ്ഞു നിൽക്കുന്നൊരു വീടാണ്, ഒറ്റ നില വീടാണ്, ഓടിട്ട വീടാണ്. ഈ വീടിൻ്റെ പരിസരങ്ങളിൽ നാട്ടുകാർ തന്നെ പരിശോധന നടത്തുന്നു. ഈ പരിശോധന നടത്തുന്നതിനിടെ ഈ വീടിൻ്റെ സമീപത്തൊരു ചായ്പുണ്ട്. ചായ്പിനോട് ചേർന്ന് ഒരു പട്ടിക്കൂടുണ്ട്. ഈ പട്ടിക്കൂടിൻ്റെ അരികിലെ മണ്ണ് മാറിക്കിടക്കുന്നത് നാട്ടുകാരിൽ ചിലരുടെ ശ്രദ്ധയിൽപ്പെടുന്നു. അങ്ങനെ അവർ തൂമ്പ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു പ്രദേശത്തെ മണ്ണ് മാറ്റി നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഒരു ജീൻസ് ഇട്ട ഒരു കാൽപ്പത്തി ഈ ഒരു കുഴിയിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്നതാണ്. അങ്ങനെ നാട്ടുകാർ പെട്ടെന്ന് തന്നെ പോലീസിനെ വിളിക്കുന്നു. പോലീസ് വരുന്നു. ഫോറൻസിക് ഉദ്യോഗസ്ഥരെ കൂട്ടി പോലീസ് എത്തുമ്പോൾ കാണുന്ന കാഴ്ച ഈ കുഴിയിൽ നിന്ന് പുറത്തേക്ക് കാല് തള്ളി നിൽക്കുന്നതാണ്. അവർ കൂടുതൽ മണ്ണ് മാറ്റി നോക്കിയപ്പോൾ ഈ ഒരു പുരുഷൻ്റെ മൃതദേഹം കൂടാതെ മറ്റൊരു മൃതദേഹം കൂടി ആ കുഴിയിലുണ്ട്. ഇത് ഏകദേശം 17 ദിവസത്തോളം പഴക്കമുള്ള മൃതദേഹങ്ങളാണ് എന്നൊരു കണക്കുകൂട്ടലായിരുന്നു പോലീസ്. കാരണം അഴുകി തുടങ്ങിയ മൃതദേഹങ്ങളാണ്. ആ ഒരു ജീൻസ് കൊണ്ടാണ് അതൊരു പുരുഷൻ്റെ മൃതദേഹമാണെന്ന് അറിഞ്ഞത്. അങ്ങനെ ഈ 2 മൃതദേഹങ്ങളും പ്രാഥമിക പരിശോധനകൾ പൂർത്തിയാക്കി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പിന്നീടാണ് ഈ കഴിഞ്ഞ 2 ദിവസം ഈ സജിക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിലായിരുന്നു പോലീസ് സംഘവും അതുപോലെ തന്നെ നാട്ടുകാരും. കാരണം സജിയുടെ പെരുമാറ്റത്തിൽ ഇവരെ കാണാതായി എന്ന് പറയപ്പെടുന്ന നാളിനുള്ളിൽ വലിയ മാറ്റമുണ്ടായിട്ടുണ്ട്. ഇയാൾ ഒരുപാട് ആളുകളുടെ കയ്യിൽ നിന്ന് പണം ആവശ്യപ്പെടാറുണ്ടായിരുന്നു. ഇയാൾ വായ്പ അടിസ്ഥാനത്തിൽ തൻ്റെ വിവാഹമാണ് എന്ന് പറഞ്ഞ് നിരവധി ആളുകളുടെ അടുക്കൽ പണത്തിനായിട്ട് സമീപിച്ചിരുന്നു. ഇയാളുടെ വിവാഹം ഈ നെടുങ്കണ്ടം ഓർത്തഡോക്സ് പള്ളിയിൽ ഈ വരുന്ന 30-ാം തീയതി നടക്കാനിരിക്കുകയാണ്, അതിന് നിങ്ങളെല്ലാവരും വരണമെന്ന ക്ഷണവുമായിട്ട് ഇയാൾ നിരവധി ആളുകളെ കണ്ടിരുന്നു. അതുപോലെ തന്നെ ഈ വ്യാഴാഴ്ച വിവാഹം നടത്താനിരുന്നതാണ്, അത് മാറ്റിവെച്ചു. ഒരു ബന്ധുവിൻ്റെ മരണത്തെ തുടർന്ന് മാറ്റിവെച്ചിരിക്കുകയാണ്, നിങ്ങളെല്ലാവരും വരണമെന്ന് പല ആളുകളോട് ഇയാൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ നെടുങ്കണ്ടത്തെ ഓർത്തഡോക്സ് പള്ളിയുമായി ബന്ധപ്പെട്ട നാട്ടുകാർക്ക് അവിടെ ഇങ്ങനെ ഒരു വിവാഹം നടക്കാനുള്ള അനുമതിയുമായി ബന്ധപ്പെട്ട് ആരും പള്ളിയെ സമീപിച്ചിട്ടില്ല എന്നൊരു ഉത്തരവാണ് ലഭിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ആ വീട്ടിൽ ഒരു ദുരൂഹതയുണ്ടെന്ന് കണ്ട് നാട്ടുകാർ പരിശോധനയ്ക്കിറങ്ങി. എന്തായാലും വളരെ ദാരുണമായിട്ടുള്ള മരണമാണ് ആ 2 പേർക്കും സംഭവിച്ചിരിക്കുന്നത്. സജിയെ ഇന്ന് ഉച്ചയോടടുക്കുന്ന സമയത്ത് ഈ തോട്ടുവാക്കടയിലെ ആ വനപ്രദേശത്ത് നിന്ന് ഇറങ്ങി വരുന്ന ഒരു കടയിലേക്ക് ഇയാൾ സ്വമേധയാ ഇറങ്ങി വരികയായിരുന്നു. ഇയാളുടെ ബാഗ് ഈ കഴിഞ്ഞ ദിവസം നടന്ന പരിശോധനയിൽ ആ മലമുകളിൽ നിന്ന് പോലീസ് സംഘം തന്നെ നായി ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയിലാണ് കണ്ടെടുത്തത്. അതോടൊപ്പം തന്നെ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയും അവിടെ നടക്കുന്നുണ്ടായിരുന്നു. കാരണം 2 ദിവസത്തോടടുക്കുന്നപ്പോൾ ഇയാൾ മുഷിഞ്ഞ വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നത്. അതുപോലെ തന്നെ ഭക്ഷണം ഈ 2 ദിവസവും ഇയാൾക്ക് കഴിക്കാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ വിശന്നപ്പോഴാണ് ഇയാൾ ആ മലമുകളിൽ നിന്ന് താഴത്തെ കടയിലേക്ക്, ഇയാൾക്ക് മറ്റൊരു ഗത്യന്തരമില്ല. കാരണം അത്രയധികം വിപുലമായ പരിശോധനയാണ് പോലീസും നാട്ടുകാരും അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പോലീസുണ്ട്, നായകളുണ്ട്, അതോടൊപ്പം തന്നെ ഡ്രോണുമുണ്ട്. ഈ മല കടന്ന് അപ്പുറത്തേക്ക് പോകാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷേ തമിഴ്നാട് കടന്ന് ഇയാൾക്ക് ഒരുപക്ഷേ സംസ്ഥാനം കടന്ന് രക്ഷപ്പെടാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഒരു മാർഗവുമില്ലാതെയാണ് ഇന്ന് 11:30 താഴത്തെ കടയിലേക്ക് ഇറങ്ങി വരികയും തനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, തൻ്റെ മാതാവിനെയും അതുപോലെ തന്നെ സഹോദരനെയും കൊന്നത് താൻ പോലീസിന് മുന്നിൽ കീഴടങ്ങുകയാണ് എന്നാണ് ഇയാൾ താഴെ വന്ന കടയിലേക്ക് ആളുകളോട് പറഞ്ഞത്. അങ്ങനെ അടുത്ത് തന്നെ മഫ്തിയിലുണ്ടായിരുന്ന പോലീസ് സംഘം ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയുമാണ് ചെയ്തത്. പ്രഥമ ദൃഷ്ട്യാ തന്നെ ആദ്യത്തെ ചോദ്യം ചെയ്യലിൽ തന്നെ ഇയാൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. തൻ്റെ മാതാവിനെയും അതുപോലെ തന്നെ സഹോദരനെയും കൊന്നത് താനാണ് എന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഇപ്പോൾ
ഇനി പോലീസിന് മുന്നിൽ ഉത്തരം കിട്ടേണ്ടത് നിരവധി ചോദ്യങ്ങൾക്കാണ്. അതിൽ പ്രധാനപ്പെട്ടത് ഇവരെങ്ങനെയാണ് കൊലപ്പെടുത്തിയത്, അതോടൊപ്പം തന്നെ സജിയോടൊപ്പം ഈ കൃത്യത്തിൽ മറ്റാരെങ്കിലും പങ്കാളികളായിട്ടുണ്ടോ, അതുപോലെ തന്നെ 8 വർഷങ്ങൾക്ക് മുൻപ് ഈ മാത്യുവിനെ കാണാതായ സംഭവത്തിലും ഇനിയൊരു അന്വേഷണം, തുടരന്വേഷണം തീർച്ചയായിട്ടും ഉണ്ടാകും. അത് എന്താണെന്ന് വെച്ചാൽ ഈ മാതാവിനെയും സഹോദരനെയും ഈ വീട്ടിലെ പുരയിടത്തിൽ തന്നെ കണ്ടെടുക്കുന്ന സാഹചര്യത്തിൽ ഇത് കൃത്യമായിട്ട് ആ ഒരു കുഴിയെടുത്തതിനൊരു ചാണാക്കുഴിയാണ്. ചാണാക്കുഴിയിൽ അധികം താഴ്ചയിലല്ലാതെയാണ് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടത്. പക്ഷേ അങ്ങോട്ടേക്ക് ആളുകൾ എത്തില്ല എന്നൊരു കാഴ്ചപ്പാടിലായിരിക്കും ഒരുപക്ഷെ ഇയാൾ ഉണ്ടായിരിക്കുന്നത്. കുമ്മായമിട്ട് ഈ മൃതദേഹം പെട്ടെന്ന് ജീർണിപ്പിക്കാനുള്ള ഒരു ശ്രമവും ഇയാൾ ചെയ്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതുപോലെ മറ്റെവിടെയെങ്കിലും ഈ പിതാവിനെ അപായപ്പെടുത്തി കൊലപ്പെടുത്തി കുഴിച്ചിട്ടിരിക്കാനുള്ള, തെളിവ് നശിപ്പിച്ചിരിക്കാനുള്ള സാധ്യത കൂടി മുന്നിൽ കണ്ട് ആ മാത്യുവിൻ്റെ തിരോധാനത്തിൽ കൂടി പോലീസ് അന്വേഷണം എന്തായാലും വരും ദിവസങ്ങളിൽ ഉണ്ടാകും. എന്തായാലും കൂടുതൽ വിവരങ്ങൾ വരുന്ന മുറയ്ക്ക് നമുക്കിത് വീണ്ടും സംസാരിക്കാം. ശരി.